പുലർച്ചെ 1:30 കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കേരളം കണ്ട ക്രിമിനൽ കുറ്റവാളി ഗോവിന്ദചാമി ജയിൽ ചാടിയിരിക്കുന്നത്. ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഗോവിന്ദചാമി അവിടെ 10B ബ്ലോക്കിൽ സെല്ലിൽ കഴിഞ്ഞു വരികയായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് സെല്ലിന്റെ കമ്പി മുറിച്ചു മാറ്റിക്കൊണ്ട് ഗോവിന്ദചാമി അവിടെ ജയിലിൽ നിന്ന് കടന്നു കളഞ്ഞിരിക്കുന്നത്. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, കൂടുതൽ CCTV ദൃശ്യങ്ങൾ ഗോവിന്ദചാമി ജയിൽ ചാടിയത് സംബന്ധിച്ച വ്യക്തതയുള്ള വിവരങ്ങൾ പുറത്തുവരുന്നുണ്ടോ? ജയിലിനകത്തെ ദൃശ്യങ്ങളാണ് ആദ്യം പോലീസും അതോടൊപ്പം തന്നെ ജയിൽ വകുപ്പ് അധികൃതരും പരിശോധിച്ചത്. ഇതിൽ നിന്നാണ് 1:15 കൂടിയാണ് ഗോവിന്ദചാമി ജയിലിൽ നിന്ന് പുറത്തു ചാടിയതായി മനസ്സിലാകുന്നത്. അത് കൃത്യമായ വിവരം ഇങ്ങനെയാണ്. 1:15 കൂടി ഇയാൾ ജയിലിന്റെ സെല്ലിലെ ഇരുമ്പ് അഴി മുറിച്ചു മാറ്റുന്നു. അതിനുശേഷം ഇയാൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ കൂട്ടിക്കെട്ടുന്നു. പിന്നീട് ഇതുപയോഗിച്ച് ഈ മതിലിന് മുകളിലോട്ട് എറിയുകയാണ്. അവിടെ ഒരു ഫെൻസിംഗ് ഉണ്ട്. ആ ഫെൻസിംഗിൽ ഇത് കോർത്തതിന് ശേഷം അതുവഴി മുകളിലോട്ട് വലിഞ്ഞു കയറുകയാണ് ചെയ്തത്. അതിനുശേഷം അതുവഴി തന്നെ താഴത്തോട്ട് ഇറങ്ങുകയും ചെയ്യുന്നു. പിന്നീട് ഏറെ വൈകിയാണ് ജയിൽ അധികൃതർ ഇത് മനസ്സിലാക്കുന്നത്, ഇങ്ങനെ ഒരാൾ ചാടിയെന്ന്. അത് ഈ സെല്ലിൽ നടത്തിയ പരിശോധനയിൽ നിന്നല്ല ആദ്യം മനസ്സിലാവുന്നത്. ഇതിലെ ജൂനിയേഴ്സ് ഓഫീസേഴ്സ് ആയിട്ടുള്ള അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ, ചുമതലയുണ്ടായിരുന്ന ആളുകൾ, ആ ആളുകൾ രാവിലെ അതുവഴി പോകുമ്പോൾ, പുലർച്ചെ 5 മണിയോടെ അതുവഴി പോകുമ്പോൾ ഈ മതിലിൽ ഇങ്ങനെ തുണി കെട്ടിയിട്ടിരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെടുന്നു. അങ്ങനെയാണ് ഇത് ആരെങ്കിലും ചാടിയതായ ഒരു സംശയത്തിലേക്ക് പോകുന്നത്. തുടർന്ന് സെല്ലുകളിൽ നടത്തിയ പരിശോധനയിൽ നിന്നാണ് ഈ ഗോവിന്ദചാമിയാണ്